കൽപ്പന ചേച്ചി സുധിച്ചേട്ടനെ കണ്ടു. സുധിച്ചേട്ട കൽപ്പന ചേച്ചിനെ കണ്ടു. ഞാനിവിടെ ഉണ്ട് സുധിച്ചേട്ട. സുധി മോളിൽ നിന്ന് ഇറങ്ങി വരും. ബിഗ് ബോസിന്റെ വീടില്ലേ, ആ മോളിൽ തട്ടുമുറത്തിരിക്കുകയാണ് സുധി. അവിടെ നിന്നിട്ട് താഴോട്ട് ചാടും ഒരു ദിവസം പുറത്തേക്ക്. നമ്മുടെ ഭർത്താവായാലും മകളായാലും അമ്മയായാലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലാണ് അവർക്ക് സ്ഥാനമുള്ളത്, അല്ലാതെ തട്ടുമ്പുറത്തല്ല. അമ്മ മരിച്ചവരും അച്ഛൻ മരിച്ചവരും ഒക്കെ ഉണ്ടാവും. ഒരുപാട് വിഷമങ്ങൾ വേറൊരു ഭാഗത്തു നിന്ന് വരുമ്പം സ്വന്തം അമ്മയായിരുന്നെങ്കിൽ അങ്ങനെ എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊരു തോന്നലുണ്ടാകുകയും അപ്പം നമ്മൾ ചിലപ്പോൾ കരയുമ്പോഴൊക്കെ അമ്മയെന്ന് വിളിച്ച് കരയാൻ സാധ്യതയുണ്ട്. ചേട്ടാ, അച്ഛ, അമ്മേ അല്ലെങ്കിൽ ചേട്ടാ എന്ന് വിളിച്ച് കരയാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചേട്ടാ ഞാൻ എത്തി, ആര് ജയൻ സ്റ്റൈലില്. ചിലതൊക്കെ കാണുമ്പം തമാശ തോന്നുമെങ്കിലും ചിലതൊക്കെ കാണുമ്പോൾ വെറുപ്പ് തോന്നുമെങ്കിലും ചിലതൊക്കെ തോന്നുമ്പം ചിരിയാണ് തോന്നുന്നത്. അങ്ങനെ ഓരോ ഭാവങ്ങൾ അവിടെ ഇങ്ങനെ പൊട്ടി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേണുസുതി ഫ്ലവർ അല്ല, ഫയറാണ്, ഫയർ. അതാണ് ഇപ്പോൾ അവിടെ തലയിൽ മാന്തി കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഗ്ഗെടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് അവനാൻ ഉണ്ടായിരുന്ന മുടി തന്നെ സ്ട്രെയിറ്റ് ചെയ്തിട്ടപ്പോൾ തുടക്കത്തിൽ വിഗ്ഗായിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ മുമ്പ് നല്ല ഇതുണ്ടായിരുന്നു കാണാൻ. വൃത്തിയുടെ കാര്യം നമുക്കറിയില്ലെങ്കിൽ പോലും ആ പെണ്ണിന് ചേരുന്ന മുടി തലയ്ക്കകത്ത് മണ്ടയ്ക്കകത്ത് വലിയൊരു വിഗ് കൊണ്ടുപോയി വെച്ച് കയറ്റി ഒട്ടിച്ച് വെച്ച് എത്ര നല്ല കാശും ചിലവാക്കിയിട്ടുണ്ടാക്കും. അവർക്ക് കാശ് കിട്ടിയോ എന്നുള്ളത് വേറെ കാര്യം. എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ടുണ്ടോ നാടിനോ വീടിനോ സമൂഹത്തില് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇവരൊക്കെ എന്തിനു പോയിരിക്കുന്നു? ടോപ്പ് 3 വരാൻ സാധ്യതയുള്ളത് അനുമോളും ഷാനവാസും അനീഷുമാണ്. ടോപ്പ് 3 വരും അവർ, മിക്കവാറും അവർ വരും. അത് കഴിഞ്ഞ് ആര്യനോ അഭിലാഷൊക്കെ വരാൻ സാധ്യതയുള്ളൂ. ടോപ്പ് 5 അവരൊക്കെ ഉണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ തരിക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഹൈപ്പ് കൂടെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ആദില നൂറയും നെവിനും തമ്മിൽ രാവിലെ അടികൂടി. എന്തിനാടി ഈ പയ്യൻ എങ്ങനെ അടികൂടാനായിട്ടിരിക്കുന്നത്? എല്ലാവരും എഴുത്തും എന്ത് പറഞ്ഞാലും അവനൊരു പ്രത്യേക സ്വഭാവമാണെന്നുള്ളത്. അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനം അതിൽ ഇരിക്കുന്നവർക്ക് മാത്രം എടുത്ത് കഴിക്കാനാണല്ലോ. എല്ലാവരും ആദ്യം ഓരോന്നെടുക്കുക, പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഷെയർ ചെയ്തെടുക്കുക. എത്ര ഉണ്ടോ അത്രയും സാധനങ്ങൾ എല്ലാവരും കൂടി ഒരുപോലെ ഷെയർ ചെയ്തെടുക്കുക. അതവൻ തൊട്ടു എന്ന് പറയുന്നു, സംസാരിക്കുമ്പോൾ തുപ്പല് തെറച്ചു എന്ന് പറയുന്നു. പോകുമ്പോൾ ഒരു ഡാൻസ് സ്റ്റെപ്പ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അവർ കുറച്ച് പേരെല്ലാവരും ഉണ്ട് അവിടെ, കൂട്ടം കൂടി ഇരിക്കുന്നുണ്ട്. അവിടെ സരികയുണ്ട്, അപ്പാനിയുണ്ട്, ആദിലാനൂറയുണ്ട്. മൈൻഡ് ചെയ്യരുത്, അവർ രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. അവരെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ളത്. എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഒരു ഗെയിം കളിക്കുമ്പം ഗെയിമാണ് മുഖ്യം, ഫ്രണ്ട്ഷിപ്പ് അല്ല. അനുമോൾ പറഞ്ഞു കൊടുക്കുന്നത് ആര്യനോട്, നീ ക്യാപ്റ്റനാണ്, സംസാരിക്കുമ്പോൾ നീ ചിരിക്കരുത്, ചിരിച്ചു കൊണ്ടൊരു കാര്യവും പറയരുത്, നീ ക്യാപ്റ്റനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്ക് എന്നൊക്കെ പറയുന്നത്. ഇല്ല ഞാൻ ഇനി ശ്രദ്ധിക്കാം. അങ്ങനെയാണ് ആ ആൾക്കൂട്ടത്തിലോട്ട് ഇവർ പോകുന്നത്. ക്യാപ്റ്റൻസിയിൽ വന്ന് നോക്കിയപ്പം ആര്യൻ കുറച്ച് വീക്കായിട്ടാണ് തോന്നുന്നത്. അനീഷ് എന്തായാലും കുറേ മേലോട്ട് നോക്കി നടക്കുന്നതും പറഞ്ഞത് തന്നെ ആവർത്തിച്ച് ഒരു 10-15 തവണ പറഞ്ഞ അതേ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അനീഷ് കുറച്ച് നിർത്തി കാണുന്നുണ്ട്. ഷാനവാസും അപ്പാനിയും ഒക്കെ നേരത്തെ രാവിലെ തന്നെ എല്ലാവരും കൂടി വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ഈ വാക്കുതർക്കത്തിൽ പറയുന്നുണ്ട് ഷാനവാസ്, പക്ഷെ അവരുടെ മുന്നിൽ അപ്പാനി ശരത്ത് പൂച്ചക്കുട്ടി പോലെ നിൽക്കുന്നുമുണ്ട്. കാര്യം അവനറിയാം അവൻ എന്താണ് ചെയ്തത് എന്നുള്ളത്. അപ്പാനി ശരത്തിനറിയാം. പിന്നെ ഈ വീട്ടിൽ ഇത് ഇങ്ങനെ കാണുമല്ലോ, യൂട്യൂബ് വഴിയും വൈകുന്നേരങ്ങളിൽ TV ചാനലിലൂടെയും എല്ലാം വീട്ടുകാരൊക്കെ കാണുമല്ലോ. അപ്പം അതുകൊണ്ടാണ് അപ്പാനി ശരത്തിന് കുറച്ച് പേടി തോന്നുന്നുണ്ട്. അപ്പാനി ശരത്ത് അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചാടിക്കളിച്ച് സിനിമ ഡയലോഗ് പോലെയുള്ള വർത്തമാനവും പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കുകയാണെന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ ദേഷ്യപ്പെട്ട് നടന്നുകൊണ്ടിരുന്നാണ് അപ്പാനി ശരത്ത്. ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട്, ആ നടത്തത്തിന് കുറച്ച് കുറവുണ്ട്, ആ ചാട്ടത്തിന് കുറവുണ്ട്. ചാടി സംസാരിച്ചുകൊണ്ട് കൈ ചൂണ്ടി സംസാരിച്ചുകൊണ്ടുള്ളതിന് അപ്പാനി ശരത്ത് കടിഞ്ഞാണിട്ടതുപോലെയാണ് തോന്നുന്നത്.
ഈ പുറത്ത് വിട്ടവരെ അകത്ത് കയറ്റാതിരിക്കുകയാണ് നല്ലത്. പുറത്ത് വന്നാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവരവരുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അവരെല്ലാവരും ഇതേപോലെ നീ പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഈ 2 ആഴ്ചക്കാലം പുറത്ത് ഇതൊക്കെയായിരുന്നു നടന്നത് എന്നുള്ളത് ഇവരോട് പറയും. ഇവരെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വീണ്ടും ബിഗ് ബോസിനകത്തോട്ട് ഇവരെ കയറ്റുകയാണെങ്കിൽ പുറത്ത് എന്താണോ സംസാരം ഉണ്ടായത്, സംസാരം എന്ന് പറഞ്ഞാൽ ബിൻസിയെ പറ്റി മാത്രമല്ല, അവിടെ പോയിരിക്കുന്ന 20 പേരെ കുറിച്ചും പുറത്ത് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും പിന്നെ ചാനലിലൂടെയും എല്ലാം ഇൻസ്റ്റയിലൂടെയും ഒക്കെ ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങളും ഓരോരുത്തരെ കുറിച്ച് ഓരോ വ്യക്തിയെ കുറിച്ച് പുറമേ നിന്നും ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നു, എന്തെല്ലാം സംസാരിച്ചു എന്നുള്ളത് പുറത്ത് കിട്ടും. ഇതെല്ലാം ബിൻസി അറിയാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ ബിഗ് ബോസിനകത്ത് കയറിയാൽ അവിടെ എത്ര പേരുണ്ടോ അവരുമായിട്ട് ഈ ബിൻസി ഷെയർ ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഒരടി. നിങ്ങൾ എവിക്റ്റിൽ വന്നവരെ, എവിക്റ്റ് ചെയ്തവരെ ഒരിക്കലും പിന്നെ ബിഗ് ബോസിനകത്ത് കയറ്റാതിരിക്കുക. അവർക്ക് യോഗ്യതയില്ലായിട്ടല്ലേ അവരെ പുറത്തു വിട്ടിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ഫോൾസ് ഉണ്ടാകുമല്ലോ, ആ ഫാൾട്ട് കൊണ്ടാണ് അവരെ പുറത്തു വിട്ടിരിക്കുന്നത്. പിന്നീട് അവരെ തിരിച്ച് വീണ്ടും അകത്തോട്ട് കയറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. രജിത് കുമാർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, രേണു സുധിയെ ബിഗ് ബോസിലേക്ക് അയച്ചത് രജിത് കുമാർ, നേരത്തെ ഉണ്ടായിരുന്ന രജിത് കുമാറാണ് ബിഗ് ബോസിലേക്ക് രേണുവിനെ അയച്ചത്. ഇപ്പൊ രജിത് കുമാറും ഒരു PR പണി ചെയ്യുകയാണ് രേണു സുധിക്ക് വേണ്ടിയിട്ട്, അല്ലേ? രേണു സുധി എപ്പം നോക്കിയാലും തലയിൽ കയ്യും വെച്ച് മാന്തി ചൊറിഞ്ഞ് പേനെടുത്ത് അവിടെ ഉരച്ച് ഇവിടെ ഉരച്ച് കിടക്കുവാണെങ്കിൽ കട്ടിലിരുന്ന് കൊണ്ടും തലയിലാണ് കൈ. ശരിക്കും ആ കുട്ടി അവിടെ എത്ര പേരിലും എല്ലാവരും കുളിച്ച് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. ഇവളെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇവള് കുളിച്ചിട്ടില്ല എന്നുള്ളത്. എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കുളിക്കാതെ നമുക്ക് പറ്റില്ല. വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത ഒരേ ഒരാൾ രേണു ആണെന്നാണ് തോന്നുന്നത്. നനയ്ക്കാതെയും കുളിക്കാതെയും തലയും ചൊറിഞ്ഞുകൊണ്ട്, ഈ തല ചൊറിയുന്നുണ്ടല്ലോ, ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്കുകൾ ഉണ്ടാകില്ലേ? ഇതെങ്ങനെയാണ് ഈ കുട്ടി അത് മാനേജ് ചെയ്യുന്നത്? നമുക്ക് തന്നെ കാണുമ്പോൾ വല്ലാണ്ടാവുന്നുണ്ട് രേണുവിൻ്റെ ആ ക്യാരക്ടർ. ഗെയിമൊന്നും കൃത്യമായിട്ടൊന്നും കളിക്കില്ല. അനങ്ങിയാല് സുധിച്ചേട്ടനെ വിളിച്ച് കയ്യും പൊക്കി പുറമേ നിന്നായാലും അകത്തുനിന്നായാലും സുധിച്ചേട്ടാ ഞാനിവിടെ ഉണ്ടേ, സുധിച്ചേട്ടാ ഞാനിവിടെ എത്തിയേ, കൽപ്പന ചേച്ചി സുധിച്ചേട്ടനെ കണ്ടോന്ന്. കൽപ്പന എന്നൊക്കെ പറഞ്ഞ ആരാന്നാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത്? ഇതിനകത്ത് കൊണ്ടുവന്ന് മെഴുകാൻ വന്നിരിക്കുന്നത്.